യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിലെ ഓരോ ദിനങ്ങളും ആകുമ്പോൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന അവസാനത്തെ 10 ദിവസങ്ങളാണ്. നമ്മൾ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളെയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകണം. അതിനുവേണ്ടി ആഗ്രഹത്തോടും ദാഹത്തോടും കൂടെ ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എഴുതി വച്ച പ്രാർത്ഥനകളെ, നിയോഗങ്ങളെയെല്ലാം മനസ്സിലോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ എഴുതി വച്ച നിയോഗങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെയും ആ ഭവനത്തെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥന സ്നേഹത്തോടെ അനേകരിലേക്ക് അയച്ചു കൊടുത്തവരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കണമേ. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിഷമങ്ങളും മാറാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു വീടില്ലാതെ ഭാരപ്പെടുന്നവർ, വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവർ, വീട് ഒന്ന് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വീടുമായി ബന്ധപ്പെട്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് ഇടപാടുകൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് ആ വീടിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ആ വീട് തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. ആ വീടിനുള്ളിലുള്ള അസ്വസ്ഥതകൾ, തിന്മയുടെ സ്വാധീനങ്ങൾ സകലതും വേരോടെ മാറണം. ദൈവത്തിൻ്റെ ഭവനമായി ആ ഭവനം മാറണം. അതിനുവേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നല്ലൊരു ഭവനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഉണ്ടാകണമേ. ഈ സ്ഥലത്തു നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോകണം, ഈ രാജ്യത്ത് നിന്ന് മാറി മറ്റൊരു രാജ്യത്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18 മുതലുള്ള വാക്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ വളരെ വളരെ സുപരിചിതമായ ദൈവവചനമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ഞാൻ ആ വാക്യം, ആ വചനം, ആ ഉപമ വായിക്കുമ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവസന്നിധിയിലെടുക്കുന്ന ഓരോ തീരുമാനത്തിനും ദൈവം നൽകുന്ന വിലയുള്ള ഒരനുഗ്രഹമുണ്ട്. ദൈവസന്നിധിയിലെടുക്കുന്ന ഓരോ തീരുമാനത്തിനും ദൈവം തരുന്നൊരു അനുഗ്രഹമുണ്ട് അപ്പുറത്ത്. എടുത്ത തീരുമാനത്തെക്കുറിച്ച് വായിക്കാം. 15-ാം അധ്യായം 18-ാമത്തെ വാക്യം. ധൂർത്തപുത്രൻ്റെ തീരുമാനമാണ്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. തീരുമാനമാണ്. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. തീരുമാനമാണ്. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. 4 തീരുമാനങ്ങളാണ് കാണുന്നത്. 4 തീരുമാനങ്ങൾ. ദൈവസന്നിധിയിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കപ്പുറവും ദൈവം തരുന്ന ഒരു അനുഗ്രഹമുണ്ട്. പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ദൈവം തരുന്ന അനുഗ്രഹമുണ്ട്. ധൂർത്തപുത്രൻ എടുത്ത 4 തീരുമാനം. ഇനി ആ എടുത്ത തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാണ്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. പിതാവേ, സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ആ തീരുമാനം അനുസരിച്ചു. എന്താണോ എടുത്തത് ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പം 15-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ, 4 തീരുമാനത്തിനപ്പുറം 4 അനുഗ്രഹങ്ങൾ.
ഒന്നാമത്തെ തീരുമാനത്തിനനുസരിച്ച് കിട്ടിയ അനുഗ്രഹമാണ് 22-ാമത്തെ വാക്യം. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ, വളരെ വേഗത്തിൽ തന്നെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിൻ. ആ വ്യക്തി എടുത്ത തീരുമാനത്തിൻ്റെ മേൽ, ഒന്നാമതെടുത്ത തീരുമാനത്തിൻ്റെ മേൽ ഒന്നാമത് വന്ന ഒരു അനുഗ്രഹമാണ് മേൽത്തരം വസ്ത്രം അവനെ ധരിപ്പിക്കുവിൻ. ആ തീരുമാനത്തിനപ്പുറം ഒരനുഗ്രഹം വന്നു. രണ്ടാമത്തെ തീരുമാനത്തിനനുസരിച്ച് വന്ന അനുഗ്രഹമാണ് അവൻ്റെ കയ്യിൽ മോതിരമിടുക. മൂന്നാമത്തെ അനുഗ്രഹമാണ് അവൻ്റെ കാലിൽ ചെരുപ്പണിയിക്കുക. നാലാമത്തെ തീരുമാനത്തിന് ഉത്തരം കിട്ടിയതാണ്, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എടുത്ത 4 തീരുമാനത്തിനും പ്രതീക്ഷയ്ക്കപ്പുറമായ 4 അനുഗ്രഹങ്ങൾ കയറി വന്നു. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നല്ല ചില തീരുമാനങ്ങൾ എടുക്കണം. എല്ലാ ദിവസവും വചനം കേൾക്കാൻ എടുത്ത തീരുമാനം അനുഗ്രഹമാണ്. വചനം കേട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളെടുത്ത തീരുമാനം അനുഗ്രഹമാണ്. ആ തീരുമാനത്തിനപ്പുറത്തൊരു അനുഗ്രഹമുണ്ട്. ദൈവസന്നിധിയിൽ എടുക്കുന്ന ഓരോ നിലപാടിനും ഓരോ തീരുമാനത്തിനും ദൈവസന്നിധിയിൽ അതിന് വിലയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാനെടുത്ത തീരുമാനം, ദൈവവചനം കേൾക്കാനെടുത്ത തീരുമാനം, അതിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. അതുകൊണ്ടാണ് വിലയുള്ള അനുഗ്രഹങ്ങൾ ദൈവം അതിനപ്പുറത്തൊരുക്കുന്നത്. ദൈവസന്നിധിയിലെടുത്ത തീരുമാനം അത് ഗൗരവമുള്ളതാണ്. ചിലരോട് ക്ഷമിക്കാനെടുത്ത തീരുമാനം, ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ എടുത്ത തീരുമാനം, ചില ബന്ധങ്ങളെ മാറ്റാനെടുത്ത തീരുമാനം, ദൈവസന്നിധിയിലെടുത്ത തീരുമാനം. ദൈവസന്നിധിയിൽ ചില തീരുമാനമെടുക്കുമ്പോൾ നമ്മളങ്ങ് തോറ്റുപോയതുപോലൊക്കെ തോന്നും, നമ്മൾ പരാജയപ്പെട്ടു പോയ പോലൊക്കെ തോന്നും, എന്നെപ്പോലൊരു മണ്ടൻ വേറെ ഇല്ലെന്നൊക്കെ തോന്നും. ദൈവസന്നിധിയിൽ ചില തീരുമാനമെടുക്കുമ്പോൾ നമ്മളൊന്നുമല്ലാതായി പോയ പോലെ തോന്നും, നമ്മൾ തോറ്റുപോയ പോലെ തോന്നും, ഇനി ഇതിൽ കൂടുതൽ എന്നാ തോക്കാനാന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ മനസ്സും ബുദ്ധിയുമൊക്കെ അങ്ങനെ നമ്മളെ തോന്നിപ്പിച്ചാലും ചിന്തിപ്പിച്ചാലും അറിഞ്ഞിരിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിന്നുകൊണ്ടാണോ തീരുമാനങ്ങളെ കൈക്കൊണ്ടത്, ദൈവം അതിനപ്പുറത്തായി, പ്രതീക്ഷയ്ക്കപ്പുറമായി, പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി വലിയ അനുഗ്രഹമുള്ള കാര്യങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഞാനത് വായിക്കുമ്പോൾ മേൽത്തരം വസ്ത്രം അവനെ ധരിപ്പിക്കാനാണ്. മേൽത്തരം, ഏതെങ്കിലും ഒരു വസ്ത്രം വന്ന് ഇവൻ്റെ ദേഹത്ത് കിടക്കുന്ന വസ്ത്രമൊന്നും കൊള്ളത്തില്ല, എന്തെങ്കിലും ഒരു വസ്ത്രം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനല്ല പറഞ്ഞത്, കരുതി വച്ച അതാ മേൽത്തരം. മേൽത്തരം വീഞ്ഞ്, മേൽത്തരം വസ്ത്രം, വിലയുള്ള വസ്ത്രം ഇവനെ ധരിപ്പിക്കുവിൻ. ചിലതൊക്കെ അവൻ്റെ ജീവിതത്തിൽ ചേർന്നു വന്നു. എടുത്ത തീരുമാനം ജീവിതത്തിന് അനുഗ്രഹമായി മാറി. എടുത്ത തീരുമാനം എല്ലാം അവനെ എവിടെയും പിറകിലാക്കിയില്ല. എടുത്ത തീരുമാനം അവൻ്റെ ജീവിതത്തെ പുറകിലാക്കിയില്ല, അവൻ്റെ ജീവിതത്തെ മുന്നിലെത്തിച്ചതേയുള്ളൂ. അവൻ്റെ ജീവിതത്തെ കുറേ കൂടി മനോഹരമാക്കിയതേയുള്ളൂ. അവൻ്റെ ശരീരത്തിന് ഭംഗി വന്നതേയുള്ളൂ. ശരീരത്തിന് ഭംഗി വന്നു. കാലിൽ ചെരുപ്പും കയ്യിൽ മോതിരവും നല്ല മേൽത്തരം വസ്ത്രവും ഒക്കെ വന്നപ്പോൾ ആളുടെ ഗെറ്റപ്പ് മാറി, ആളുടെ ശരീരത്തിൻ്റെ ഭംഗി മാറി, നിലയും വിലയും ഒക്കെ കിട്ടാൻ തുടങ്ങി. എടുത്ത തീരുമാനം ആ മനുഷ്യനെ എവിടെയും പിറകിലാക്കിയില്ല. ദൈവസന്നിധിയിൽ നല്ല തീരുമാനമെടുക്കണം. പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷകളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും വചനം കേൾക്കാൻ അനേകർ തീരുമാനമെടുക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കട്ടെ. നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോടും പറയാം, എല്ലാ ദിവസവും ഒരു 5-10 മിനിറ്റ് ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കാൻ, അനുഗ്രഹമുള്ള ഒരു പ്രഭാതത്തോടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുക. അതിൻ്റെ മാറ്റമുണ്ടാവും. കഴിഞ്ഞ 2 വർഷം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട സകലരെയും ഓർക്കുവാണ്. നിയോഗ പ്രാർത്ഥനയ്ക്ക് ശേഷം ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ നടക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് പ്രതീക്ഷയോടെ വചനം കേട്ട അവരുടെ ജീവിതം, വിദ്യാഭ്യാസം, ബിസിനസ്, കുടുംബം എല്ലാം പ്രാർത്ഥനയോടെ ഒന്ന് ആരംഭിക്കാൻ ഭാഗ്യമുണ്ടാകാൻ നല്ല തീരുമാനമെടുക്കുക.
ദൈവസന്നിധിയിൽ നല്ല തീരുമാനമെടുക്കുക. ചിലരോട് ക്ഷമിക്കാൻ തീരുമാനമെടുക്കുക. ചിലരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുക. ചിലരെ ആ ഒരു കാര്യത്തെ മനസ്സിലൊരു വേദനയായി കൊണ്ടു നടക്കണ്ട, അത് കളയാൻ തീരുമാനമെടുക്കുക. നല്ല തീരുമാനമെടുക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടോ മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ടോ അല്ല, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നൊരു തീരുമാനമെടുത്തേ. ആ തീരുമാനത്തിന് അനുഗ്രഹമുണ്ട്. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിലിരുന്ന തീരുമാനമെടുത്തത്, ആ എടുത്ത തീരുമാനം ആരെങ്കിലും അടി കിട്ടിയത് കൊണ്ടോ ഇടികിട്ടിയത് കൊണ്ടോ ചെവിയെ ഞുള്ളിപ്പിടിച്ചത് കൊണ്ടോ ഒന്നുമല്ല, വേദനിപ്പിച്ചിട്ടൊന്നുമല്ല. ആ ഒരു സമയത്ത് ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുവാണത്. ആ എടുത്ത തീരുമാനമെല്ലാം നഷ്ടമായി ആദ്യം ഓർത്ത് കാണും. അപ്പൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാനിനി എത്രയും താന്നുപോയല്ലോ, തോറ്റുപോയല്ലോ എന്നൊക്കെ തോന്നും. മനുഷ്യരെന്ന നിലയിൽ ചില തോന്നലുകളുണ്ടാവും. പല കൂട്ടുകാരോടൊക്കെ ചോദിച്ചാൽ പറയും, നീ ഒരു ആണല്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതിനൊന്നും വില കൊടുത്തില്ല. അവൻ ദൈവസന്നിധിയിൽ ചില തീരുമാനമെടുത്തു, ആ തീരുമാനത്തിൽ നിന്നു. ആ തീരുമാനത്തിനപ്പുറം ദൈവം ആ പിതാവ് കൊടുത്ത വിലയുള്ള അനുഗ്രഹങ്ങൾ. നമുക്കൊരു തീരുമാനം എടുക്കാം. ദൈവത്തിൻ്റെ വചനം മുടങ്ങാതെ കേൾക്കാനൊരു തീരുമാനം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ, യുവതി യുവാക്കൾക്ക് ലഭിക്കട്ടെ, മാതാപിതാക്കളായ നിങ്ങൾക്ക് ലഭിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് അത് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുവാണ്. നിയോഗ പ്രാർത്ഥന നമുക്ക് ചെല്ലാൻ ഒരുങ്ങാം. നല്ലൊരു ഭവനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. പുതിയ വീട്, പുതിയ സ്ഥലം മേടിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, നല്ലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിലായിരുന്ന് നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, PR ലഭിക്കാൻ, ജോലി കിട്ടാൻ, വീട് മേടിക്കാൻ, ഭൗതികമായ കാര്യമായിരിക്കാം. എന്നാലും ഇന്നത്തെ ദിവസം ആ ഒരു കാര്യത്തിന് പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കുവാണ്. കർത്താവെ, അങ്ങയുടെ കരം ഈ നിയോഗങ്ങളുടെ മേലെല്ലാം വയ്ക്കണമേ. അങ്ങയുടെ അത്ഭുതം ഈ ജനം കാണാനിടയാകണം. നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. നിയോഗ പ്രാർത്ഥനയിൽ മുടങ്ങാതെ വചനം കേൾക്കണമെന്ന് തീരുമാനമെടുത്തവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെഴുതി വച്ച നിയോഗങ്ങൾ ഒരു സാക്ഷ്യമായി വെളിപ്പെടണമേ. ദൈവ മഹത്വം അതിൽ വെളിപ്പെടണമേ. എഴുതി വച്ച നിയോഗത്തെ ഒന്ന് സമർപ്പിച്ച് ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച്, നിയോഗ കൊന്തയുണ്ടെങ്കിൽ കയ്യിലെടുത്ത് അതിൻ്റെ 3 പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാമോ? നസ്രായനായ യേശുവേ, എൻ്റെ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി അത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ രണ്ടാമത്തെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 3ാമത്തെ നിയോഗത്തെ ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു. ആ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി അത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. 30 പ്രാവശ്യം കൂടി ചൊല്ലി സമയമുള്ളതുപോലെ പ്രാർത്ഥിക്കണം. ഈശോയുടെ നല്ല ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, നിരാശയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും തരണമേ. ദൈവത്തോടുള്ള ബന്ധം അത് അനുഗ്രഹമായി തീരട്ടെ. ആ ബന്ധം വർദ്ധിക്കട്ടെ. അടുപ്പമുള്ള സ്നേഹമുള്ളൊരു ബന്ധമായത് മാറട്ടെ. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. ആരാധനയുള്ള കുടുംബം ഉണ്ടാകട്ടെ. പരസ്പര സ്നേഹമുണ്ടാകട്ടെ. ഒരാൾ നഷ്ടപ്പെട്ടു പോകരുത്, ഒരാൾ നശിച്ചു പോകരുത്. ഒരു ദോഷവും നിനക്ക് വരരുത്, ഒരു തിന്മയും നിനക്ക് വരരുത്. ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലും ചെയ്യരുത്. പകൽ പറക്കുന്ന അസ്ത്രം അത് ഉപദ്രവമാകരുത്. രാത്രിയിലെ ഭീകരത പേടിക്കാനിടയാകരുത്. ദൈവിക സംരക്ഷണത്തിൻ്റെ മതിൽക്കെട്ടുകളെ കർത്താവെ ഉറപ്പിക്കണമേ. ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ. കൂട്ടായ്മ വർദ്ധിപ്പിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശരീരത്തെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. കേടുപാടുകൾ കൂടാതെ ഓരോ അവയവങ്ങളെ സംരക്ഷിക്കണമേ.
യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് 91-ാം സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹത്തോട് ചേർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണാം. അവസാനത്തെ 10 ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.